ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉയിർപ്പിൻ്റെ സമ്മാനമായ സമാധാനത്താൽ നമ്മെ നിറയ്ക്കുന്ന ഉദ്ധിതനെ ഏറ്റുപറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം. ഒരുമിച്ച് കുരിശു വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ക്രിസ്തു ഉയർത്തവനായി കൺമുൻപിൽ നിൽക്കുമ്പോൾ ഓർക്കണം നമുക്കുമുണ്ട് ഉത്ഥാനം. ക്രിസ്തു ഉയർത്തവനായി കൺമുൻപിൽ നിൽക്കുമ്പോൾ ഓർക്കണം നമുക്കുമുണ്ട് ഉത്ഥാനം. സഹനങ്ങൾ, ക്ലേശങ്ങൾ ശാശ്വതമെന്നോർക്കരുതേ, കാൽവരിക്കപ്പുറമുണ്ട് ഉത്ഥാനം. സഹനങ്ങൾ, ക്ലേശങ്ങൾ ശാശ്വതമെന്നോർക്കരുതേ, കാൽവരിക്കപ്പുറമുണ്ട് ഉത്ഥാനം. ഉത്ഥാനം ചെയ്തവനേ, ഉന്നതനാം രാജാവേ, ഉയരും സ്വരമോടെ പാടാം ഹല്ലേലൂയ. പാപത്തിൻ ചങ്ങലകൾ, മരണത്തിൻ പാശങ്ങൾ തകർത്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഉത്ഥാനത്തിൻ സമ്മാനം സമാധാനം, ഉന്നതനീശൻ നൽകിയിടും സമാധാനം. നുകരാം അതു പകരാം, നുകരാം അതു പകരാം. യോഹന്നാൻ സുവിശേഷം 20 അധ്യായം 29 ഈശോ അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. Blessed are those who have not seen and yet have come to believe. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നാം പാടി പ്രാർത്ഥിച്ച ആ പാട്ട്, അത് സമാധാനത്തോടെ സ്വസ്ഥതയോടെ ഇരുന്ന് കേട്ട് ഇന്ന് ധ്യാനിക്കണം. ഉത്ഥാനത്തിൻ സമ്മാനം സമാധാനം കർത്താവ് നൽകും. പാപത്തിൻ്റെ ചങ്ങലകൾ, മരണത്തിൻ്റെ ചങ്ങലകൾ തകർത്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈ വചനഭാഗത്തേക്ക് വരുമ്പോൾ യോഹന്നാൻ 20:29 കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നാം ജീവിക്കുന്ന ലോകം തെളിവ് തേടുന്ന ലോകമാണ്. നിയന്ത്രണം ആവശ്യപ്പെടുന്ന, വ്യക്തത ആഗ്രഹിക്കുന്ന ലോകമാണ്. അവിടെ കർത്താവ് ആഴത്തിലുള്ള ഒരു അനുഗ്രഹം പറഞ്ഞു തരികയാണ്. ഇത് ശാന്തമാണ്, പക്ഷേ ഇത് ധൈര്യമുള്ള വിശ്വാസത്തിൻ്റെ തലമാണ്. ആ വിശ്വാസത്തിൻ്റെ തലം ആവശ്യപ്പെടുന്നത് കാണാതെ ആശ്രയിക്കാനാണ്, കാണാതെ വിശ്വസിക്കാനാണ്. തോമാസ് ലീഹ തേടിയത് എനിക്കവനെ തൊടണം എന്നായിരുന്നു. എന്നാൽ കർത്താവ് നമ്മെ ക്ഷണിക്കുന്നത് സ്പർശനത്തിലേക്കല്ല, തൊട്ട് വിശ്വസിക്കുന്നതിലേക്കല്ല, ആശ്രയിച്ച് വിശ്വസിക്കുന്നതിലേക്കാണ്. ടു ട്രസ്റ്റ്. ദിസ് ഈസ് നോട്ട് ബ്ലൈൻഡ് ഫെയ്ത്ത് ബട്ട് റിലേഷൻഷിപ്പ് റൂട്ടഡ് ഇൻ ലവ്, മെമ്മറി ആൻഡ് എൻകൗണ്ടർ. സ്നേഹമുള്ളിടത്ത് അതിനപ്പുറത്തൊരു തെളിവ് വേണമെന്നില്ല. ഓർമ്മകളുള്ളിടത്ത് അതിനപ്പുറത്തൊരു തെളിവ് വേണമെന്നില്ല. കണ്ടുമുട്ടൽ നടന്നിടത്ത് ഇനി അതിനപ്പുറത്തൊരു തെളിവ് വേണമെന്നില്ല. സ്നേഹമുണ്ടാകട്ടെ, ഓർമ്മകളുണ്ടാകട്ടെ. കർത്താവ് ഇടപെട്ടതിൻ്റെ ആ കണ്ടുമുട്ടലിൻ്റെ അനുഭവം നമുക്ക് ഉണ്ടാകട്ടെ. കാണാതെ വിശ്വസിക്കുന്ന വിശ്വാസത്തിൻ്റെ തലം ഒരു എളിമപ്പെടലിൻ്റെ, കീഴടങ്ങലിൻ്റെ തലമാണ്. അതിൻ്റെ അർത്ഥം പ്രാർത്ഥനകൾക്ക് ഉത്തരമില്ലാതാകുമ്പോഴും ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ കർത്താവ് അവൻ സജീവ ദൈവമായി എന്നോടൊപ്പമുണ്ട്. ഒരു വലിയ ശനിയിലൂടെ കടന്നു പോകുന്ന അനുഭവം ഉണ്ടാകും. കർത്താവ് ഇടപെടുന്നുണ്ടോ, സംസാരിക്കുന്നുണ്ടോ എന്ന് സംശയം വരുന്ന നേരം, ആ നേരത്ത് വിശ്വസിക്കണം, ആഴങ്ങളിൽ കർത്താവ് പ്രവർത്തന നിരതനാണ് എന്ന്. റിസറക്ഷൻ ഈസ് വർക്കിംഗ് ഈവൻ വെൻ ലൈഫ് ഫീൽസ് ബറീഡ്. നമ്മുടെ ജീവിതം അടക്കപ്പെട്ട അനുഭവത്തിലൂടെ പോകും.
കല്ലറയിൽ കിടക്കുന്ന അനുഭവത്തിലൂടെ പോകുന്ന നേരങ്ങളുണ്ടാകും. ആ നേരത്തും അതിൻ്റെ ആഴങ്ങളിൽ കർത്താവ് പ്രവർത്തന നിരതനാണെന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയട്ടെ. കണ്ടതുകൊണ്ടല്ല നമ്മുടെ വിശ്വാസം മഹത്തരമാകുന്നത്, കർത്താവിൽ ആശ്രയിക്കുന്നത് കൊണ്ടാണ്. ലെറ്റ്സ് സറണ്ടർ. എളിമയോടെ കർത്താവിൻ്റെ പദ്ധതികളിൽ, അവൻ്റെ അധികാരത്തിൽ ആശ്രയം വയ്ക്കാം. ഇതിനെക്കുറിച്ച് അഗസ്തീനോസ് പുണ്യാളൻ പറയുന്ന സുന്ദരമായൊരു വാക്യമുണ്ട്. ആ ഒറ്റ വാക്യം നമുക്കൊന്ന് സ്വസ്ഥതയോടെ ഇരുന്ന് വീണ്ടും പ്രാർത്ഥിക്കാൻ, ധ്യാനിക്കാൻ ഈ പ്രഭാതത്തിൽ കഴിഞ്ഞിരുന്നെങ്കിൽ. പിതാവ് പറയുന്നത്, ഫെയ്ത്ത് ഇസ് ടു ബിലീവ് what you do not see. Faith is to believe what you do not see. കാണാതെ വിശ്വസിക്കാനാണ് വിശ്വാസം നിന്നെ ക്ഷണിക്കുന്നത്. The reward of this faith is to see what you believe. അങ്ങനെ വിശ്വസിക്കുമ്പോഴുള്ള മെച്ചം, നീ വിശ്വസിച്ചത് നീ കാണുമെന്ന്. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ, കാണാത്തത് നീ വിശ്വസിക്കുമ്പോൾ വിശ്വസിച്ചത് നീ കൺമുമ്പിൽ കാണും. കാണാത്തത് നീ വിശ്വസിക്കുമ്പോൾ വിശ്വസിച്ചത് നീ കൺമുമ്പിൽ കാണും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, എൻ്റെ സംശയങ്ങളിൽ, എൻ്റെ ആകുലതകളിൽ നീ എന്നെ നിന്നോട് ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോയെ, നിൻ്റെ കരങ്ങൾ എനിക്ക് കാണാൻ കഴിയാതെ വരുമ്പോഴും, തിരുമുഖം എനിക്ക് ദർശിക്കാൻ കഴിയാതെ വരുമ്പോഴും നിന്നിൽ വിശ്വസിക്കാൻ എന്നെ പഠിപ്പിക്കണേ. കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ സംശയങ്ങളേറുമ്പോൾ നിന്നിൽ പൂർണ്ണമായും ആശ്രയിക്കാൻ വീണ്ടും എന്നെ പഠിപ്പിക്കണേ. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ നടക്കാൻ എനിക്ക് കൃപ തരണമേ. എൻ്റെ ജീവിതത്തിൽ നിൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടെന്നുള്ള തിരിച്ചറിവ് എനിക്ക് സമ്മാനിക്കണമേ. കർത്താവേ, നിന്നിൽ ആശ്രയിക്കുന്നതിൻ്റെ ആനന്ദം ഞാൻ അനുഭവിക്കട്ടെ. ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.